ഓം നമോ നാരായണായ. നാരായണീയം ദശകം 18 പൃഥുചരിതം. മഹാവിഷ്ണു എപ്രകാരം പൃഥ്വിരാജാവായി അവതരിച്ചു, സ്വയം കർമാനുഷ്ഠാനം ചെയ്ത് എപ്രകാരമാണ് മറ്റുള്ളവർക്ക് മാതൃകയായത് എന്നെല്ലാമാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. പൃഥുവിന് മുൻപുണ്ടായ വേനന്റെ കഥയിൽ നിന്ന് ദശകം തുടങ്ങുന്നു. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേ അംഗസ്യ വ്യജനിസ്സുത സവേന നാമ യദ്ദോഷവ്യഥിതമതി സ രാജവര്യ ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. മഹാസത്വഗുണനിധിയും സുഹൃതനിധിയുമായ ധ്രുവന്റെ വംശത്തിൽ പിറന്ന രാജാവാണ് അംഗൻ. അംഗന് പത്നിയായ സുനീതയിൽ വേനൻ എന്നു പേരായ പുത്രൻ ജനിച്ചു. വിധി വൈപരീത്യം കൊണ്ട് വേനൻ ദുഷ്ടനും അധർമ്മകാരിയുമായിരുന്നു. പുത്രന്റെ ദുഷ്പ്രവർത്തികൾ കണ്ട് പൊറുക്കാൻ കഴിയാതെ രാജശ്രേഷ്ഠനായ അംഗൻ ആരുമറിയാതെ ഭഗവാന്റെ തൃക്കാൽക്കൽ മനസ്സ് വെച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി. ജനങ്ങൾ വേനനെ രാജാവാക്കുന്നു. പാപോഭിക്ഷിതിതലപാലനായ വേന പൗരാദ്യൈരുപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവയ ജനാന്യയം ന്യരൗസീത്. രാജാവില്ലാതെ രാജ്യം അനാഥമായി പോകുമല്ലോ എന്ന് ഭയന്ന് ദുഷ്ടനാണെങ്കിലും ശക്തനായിരുന്നതിനാൽ പൗരന്മാർ മുതലായ ജനങ്ങൾ ഭൂസംരക്ഷണത്തിനായി വേനനെ തന്നെ രാജാവായി വാഴിച്ചു. എന്നാൽ അവിവേകിയും മതോന്മത്തനുമായ വേനൻ താൻ തന്നെയാണ് സർവശക്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരാരാധന, ഭഗവാന് പ്രിയങ്കരങ്ങളായ യാഗാദികർമ്മങ്ങൾ എന്നിവയെല്ലാം മുടക്കി ഈശ്വരനെ ധിക്കരിക്കുന്ന ദുഷ്ടനായി മാറി. വേനനെ നല്ലതുപദേശിക്കാൻ പുറപ്പെട്ട മുനിമാർ എന്തു ചെയ്തു എന്ന് പറയുന്നു. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേന. ലോകനന്മയ്ക്കായി മുനിശ്രേഷ്ഠന്മാർ വേനന് സാരോപദേശം നൽകാൻ തുടങ്ങിയപ്പോൾ അഹങ്കാരിയായ വേനൻ താനല്ലാതെ യാതൊരാളും ലോകനാഥനാവില്ലെന്ന് ഭഗവാനെപ്പോലും അധിക്ഷേപിക്കുന്ന വാക്കുകൾ അവരോട് പറഞ്ഞു. ഇത് കേട്ട് കോപിച്ച മുനീശ്വരന്മാർ വേനനെ തങ്ങളുടെ ശാപാഗ്നിക്ക് ഇരയാക്കി. അങ്ങനെ ദുഷ്ടാത്മാവായ വേനൻ ഇല്ലാതായി. പൃഥുവിന്റെ രൂപത്തിൽ ഭഗവാൻ ഇപ്രകാരം ഉദ്ഭവിച്ചു എന്ന് പറയുന്നു. തന്നാശാദ്ഖലജനഭീരുകൈർമുനീന്ദ്രൈ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാദൂരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. വേനന്റെ മാതാവായ സുനീത യോഗശക്തി കൊണ്ട് വേനശരീരം വളരെ കാലം കേടുവരാതെ സൂക്ഷിച്ചു. ബലവാനായ വേനൻ ഇല്ലാതായപ്പോൾ ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാർ അനാഥമായി തീർന്ന രാജ്യത്തിന് ഒരു രാജാവിനെ ലഭിക്കാനായി വേനന്റെ തുട കടഞ്ഞ് പാപാംശത്തെ വേർതിരിച്ചു. ഈ പാപാംശഭൂതനായ നിഷാദന്റെ സന്തതികളാണത്രേ വനചരന്മാരായി ലോകത്തിൽ വളർന്നു വന്നത്. ഇപ്രകാരം വേനന്റെ ശരീരം പാപമില്ലാതായി തീർന്ന ശേഷം കൈ കടഞ്ഞപ്പോൾ പൃഥു മഹാരാജാവിന്റെ രൂപം ധരിച്ച് ഭഗവാൻ അവതരിച്ചു. സൂതന്മാരാൽ സ്തുതിക്കപ്പെട്ട പൃഥു മഹാരാജാവ് ഭൂമിയെ സമ്പത്തുള്ളതാക്കി തീർക്കുന്നു. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്തം നിജധനുഷാ സമാമകാർഷി. പൃഥു ഭഗവാന്റെ അവതാരമാണെന്നും ഭാവിയിൽ മഹാപരാക്രമശാലിയാകുമെന്നും മഹർഷിമാർ പറഞ്ഞറിയിച്ചപ്പോൾ സ്തുതിപാഠകന്മാർ അദ്ദേഹത്തെ സ്തുതിച്ചു. വേനന്റെ ഉപദ്രവം കാരണം ഭൂമിദേവി പേടിച്ച് തന്റെ സമ്പത്തുക്കളെല്ലാം ഉള്ളിലേക്ക് വലിച്ചു കളഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ സമ്പത്തില്ലാതായ ഭൂമിയെ പൃഥു മഹാരാജാവ് തന്റെ ശക്തി കൊണ്ട് കീഴടക്കി വില്ലിന്റെ അറ്റം കൊണ്ട് നിരപ്പാക്കുകയും ചെയ്തു. ഭൂമിയുടെ സർവസമ്പന്നത വിശദമാക്കുന്നു. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനൂം അതൂദുഹസ്ത്വം.
ഇപ്രകാരം ഭൂമിയെ തൻ്റെ സ്വാധീനത്തിൽ നിർത്തി അവരവരുടെ വർഗത്തിലെ പ്രധാനികളെ കൊണ്ട് അവരവർക്ക് യോജിച്ച വിശിഷ്ട പാത്രങ്ങളിൽ അഭീഷ്ടങ്ങളായ വസ്തുക്കൾ കറന്നെടുക്കാൻ സൗകര്യമുണ്ടാക്കി ഭൂമിദേവിയെ സർവ്വസൗഭാഗ്യങ്ങളും വീണ്ടു നൽകുന്നതാക്കി തീർക്കുകയും ചെയ്തു. ഇവിടെ ഭൂമിദേവിയെ പശുവായി കൽപ്പിച്ചിരിക്കുന്നു. ഓരോ വർഗപ്രധാനികളെ, അതായത് ഋഷിവർഗത്തിൽ നിന്ന് ബൃഹസ്പതി, ദേവന്മാരിൽ നിന്ന് ഇന്ദ്രൻ, ഇങ്ങനെ ഓരോ വർഗപ്രധാനികളെ പശുക്കുട്ടികളായി സങ്കല്പിച്ചിരിക്കുന്നു. ഉചിതനായ ഒരു ഭരണാധിപനുണ്ടായാൽ ഭൂമി സർവാഭീഷ്ടപ്രദയാകുമെന്ന് പൃഥുചരിതം തെളിയിക്കുന്നു. ആത്മാനാം യജതി മഖൈസ്ത്വയിത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലുശതമകൈത്യനീചവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. പൃഥുരൂപിയായ 3 ലോകങ്ങളിലും നിറഞ്ഞു വിളങ്ങുന്ന ഭഗവാന് ആരാധ്യനായി ആരുമില്ലെങ്കിലും ഭഗവാൻ യാഗങ്ങളെ കൊണ്ട് തന്നെ യജിക്കാൻ തുടങ്ങി. 100ാമത്തെ അശ്വമേധയാഗം തുടങ്ങിയപ്പോൾ ലോകസംഗ്രഹത്തിനായാണ് ഭഗവാൻ യജിക്കുന്നതെന്നറിയാതെ തൻ്റെ സ്ഥാനം അപഹരിക്കാനാണ് എന്ന് വിചാരിച്ച് അസൂയാലുവായ ഇന്ദ്രൻ നീചവേഷം ധരിച്ച് യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. എന്നാൽ പൃഥുവിന്റെ പുത്രനാൽ ഇന്ദ്രൻ പരാജിതനായി അശ്വത്തെ വിട്ടുകൊടുത്തു. ഇന്ദ്രനെ ജയിച്ച് അശ്വത്തെ വീണ്ടെടുക്കുക കാരണം പൃഥുവിന്റെ പുത്രൻ വിജിതാശ്വൻ എന്ന പേരിൽ പ്രസിദ്ധനായി. പൃഥുചക്രവർത്തി മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ദേവേന്ദ്രം മുഹുരുതി വാജിനം ഹരന്തം ഭഗ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷ്വൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിപും ഐക്ഷതാ സ്വയം സ്വം. വിജിതാശ്വൻ യാഗകുതിരയെ വീണ്ടെടുത്തതിനു ശേഷവും ഇന്ദ്രൻ അശ്വത്തെ വീണ്ടും അപഹരിച്ചു. അപ്പോൾ കുപിതരായ മഹർഷിമാർ ഇന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാൻ തയ്യാറായി. എന്നാൽ ബ്രഹ്മാവ് അവരെ തടഞ്ഞ് സമാധാനിപ്പിച്ചു. യാഗം അവസാനിച്ചപ്പോൾ പൃഥുരാജാവിന് മുന്നിൽ താൻ തന്നെയായ മഹാവിഷ്ണു പ്രത്യക്ഷനായി. അവതാരമൂർത്തിയായ ഭഗവാൻ സ്വയം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കഥാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനിശംസൻ ഐക്ഷിഷ്ടാസനഗമുഖാൻ മുനീൻ പുരസ്താദ്. മഹാവിഷ്ണുവിന്റെ വരപ്രസാദം ലഭിച്ച പൃഥുമഹാരാജാവ് ഭഗവത് ഭക്തി ഒന്നുമാത്രം ആശ്രയിച്ച് ഗംഗാനദിയുടെ തീരത്ത് വാസമുറപ്പിച്ചു. അങ്ങനെയിരിക്കെ അവിടെ വെച്ച് നടന്നിരുന്ന സത്രത്തിൽ സന്നിഹിതരായിരുന്ന മഹർഷിമാർക്ക് ധർമ്മോപദേശം നൽകി. ആ സമയത്ത് പൃഥുമഹാരാജാവ് തൻ്റെ മുമ്പിൽ സനകാദികളായ ദിവ്യമുനിമാരെ കാണാനിടയായി. പൃഥുമഹാരാജാവ് മോക്ഷത്തെ പ്രാപിക്കുന്നു. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയവാതഗേഹവാസിൻ. സനകാദികളിൽ നിന്ന് ലഭിച്ച ബ്രഹ്മജ്ഞാനം അനുഭവപ്പെട്ട് പൃഥുചക്രവർത്തി ജീവൻ മുക്തനായി തീർന്നു. പുത്രനെ രാജ്യഭാരമേൽപ്പിച്ച് വനത്തിൽ പോയി തപസ് ചെയ്ത് മോക്ഷത്തെ പ്രാപിച്ചു. ഇങ്ങനെ ലോകാനുഗ്രഹത്തിനായി അസാധാരണമായ മഹിമയുള്ള പൃഥുവായി അവതരിച്ച ഭഗവാനെ ഗുരുവായൂരപ്പ, തൻ്റെ രോഗങ്ങളെയെല്ലാം വേഗത്തിൽ മാറ്റിത്തരണമേ എന്ന കവിയുടെ പ്രാർത്ഥനയോടെ ഈ ദശകം അവസാനിക്കുന്നു.